ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ മാറാൻ ചെറുപഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്കിലേക്ക് കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കസ്കസിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ കസ്കസ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ ഈ ഡ്രിങ്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് പഴമാണ്. പഴം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം. റോബസ്റ്റ പഴമോ പൂവൻ പഴമോ മൈസൂർ പഴമോ അതുപോലത്തെ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ഡ്രിങ്കിനായിട്ട് ഞാനിവിടെ ഒരു 8 മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പഴം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് വേണ്ടത്. ഞാൻ ഈ പാല് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഡ്രിങ്ക് 1/2 ലിറ്റർ പാല് കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പഴം അരഞ്ഞ് കിട്ടാൻ പാകത്തിന് പാലൊഴിച്ച് കൊടുക്കുക. ബാക്കി നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ പഴം നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ജ്യൂസ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഈ ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമോ ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 മൈസൂർ പഴം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം അത് ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ആപ്പിൾ അതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ബദാമും പിസ്തയും കാഷ്യൂ നട്ട്സും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതും ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കസ്കസ് ഇല്ലേ, അതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഡ്രിങ്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിതിലേക്ക് ഈ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ, അധികം പുളിയില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സും നട്ട്സും കസ്കസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഡ്രിങ്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഡ്രിങ്ക് 2 വ്യത്യസ്ത രുചികളിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രിങ്കിൽ നിന്നും കുറച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും നട്ട്സ് ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുപഴം കൊണ്ട് വാനില ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള ഡ്രിങ്കിലേക്ക് പിസ്ത എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഒരു 3-4 ഡ്രോപ്പൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷവും ഈ ഡ്രിങ്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് വാനില എസൻസും പിസ്ത എസൻസും അല്ലാതെ ബദാം മിക്സ് ചേർത്ത് കൊടുക്കാം, സ്ട്രോബെറി എസൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടമുള്ളത് അത് ഒഴിച്ച് കൊടുത്ത് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഡ്രിങ്ക് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യുകയാണ്.
അപ്പോൾ ചെറുപഴം കൊണ്ട് എന്നും ഒരേപോലെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാതെ ഇതേപോലെ വ്യത്യസ്ത രുചികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ അവർക്കിത് പഴം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നില്ല. അപ്പോൾ ഞാനിത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആപ്പിൾ കട്ട് ചെയ്തതും നട്ട്സ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപഴം കൊണ്ട് പിസ്ത ഫ്ലേവറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹവും ക്ഷീണവും മാറാൻ ഇതിലും നല്ലൊരു ഡ്രിങ്ക് വേറെയില്ല. ഇത് നല്ല ടേസ്റ്റിയുമാണ്, എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ പഴമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്